ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ 3-ാം സ്ഥാനത്തെത്തിച്ച ആ ചരിത്ര മുഹൂർത്തത്തിൽ ചിലരെ അനുസ്മരിക്കാതിരിക്കാനേ കഴിയില്ല. പ്രത്യേകിച്ച് വർഷത്തിലെ 365 ദിവസവും വൈകുന്നേരം 8 മണിക്ക് പ്രത്യേക ഭജന നടത്തുന്ന വിനു ഭാഗവതർ. അദ്ദേഹത്തിന് ഈ നേട്ടത്തിലുള്ള ഒരു പ്രത്യേക സ്വാധീനമുണ്ട്. കഴിഞ്ഞ 365 ദിവസം എടുത്ത് പരിശോധിച്ചാൽ 360 ദിവസവും പിണറായി ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയും 5 ദിവസം മറ്റ് വിഷയങ്ങളിലൂടെ ഓടിപ്പോവുകയും ചെയ്തതിലൂടെയാണ് ഏഷ്യാനെറ്റിന് 2-ാം സ്ഥാനമെങ്കിലും നിന്നത്. ബാക്കി 360 ദിവസവും ഇടതുപക്ഷത്തിനെ പുലഭ്യം പറഞ്ഞും ഇടതുപക്ഷത്തിനെ തെറി വിളിച്ചും പിണറായി വിജയനെതിരെ കുറച്ച് പരദൂഷണമൊക്കെ ഇറക്കി വിട്ട് ചില കൃസംഗികളെയും സംഘികളെയും നിരന്തരം അദ്ദേഹം മാനസിക ഉല്ലാസം നൽകിക്കൊണ്ടിരുന്നു. ആ സംഘികളാണ് കേരളമെന്ന് കരുതിക്കൊണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷസംഖ്യയെ തന്നെ തന്റെ ഭജന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ഇവർ രണ്ടുപേരും നടത്തിയ ആശയവിനിമയം കേട്ട് അതാണ് ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ഉത്തുംഗ ശൃംഗമായിട്ടുള്ള ശ്രേഷ്ഠ കാര്യങ്ങളെന്ന് ഇവർ സ്വയം ധരിച്ചിരുന്നു. ഇവരുടെ വാചകമടിയും ഇവരുടെ പരസ്പര പ്രോത്സാഹന തള്ളൽ കേട്ടിട്ട് നാട്ടുകാർ അപ്പോഴേ കയ്യിൽ റിമോട്ട് ഉള്ളത് കൊണ്ട് മാറ്റി പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പതിയെ ഏഷ്യാനെറ്റ് മുതലാളി കൂടി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്.